മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകൾ വാനോളമായിരുന്നു. ഓൺലൈൻ ഫുഡ് ഡെലിവറി തൊഴിലാളികൾക്കും ആശ്വാസം നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. അസംഘടിത തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇശ്രം പോർട്ടലിൽ ഇവരെ ഉൾപ്പെടുത്തുകയും തിരിച്ചറിയൽ കാർഡുകൾ നൽകുകയും ചെയ്യുമെന്ന് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു. രാജ്യത്തെ 1 കോടിയോളം വരുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ഇത് പ്രയോജനകരമാകും. രാജ്യത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം സേവന മേഖലയിൽ ഗിഗ് തൊഴിലാളികൾ നൽകുന്ന സംഭാവന വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ അവർക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകി ഇശ്രം പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കും. തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കേണ്ടത് രാജ്യത്തെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, ആയുഷ്മാൻ ഭാരത്, ആക്സിഡന്റൽ സുരക്ഷ, ലൈഫ് ഇൻഷുറൻസ് എന്നീ പരിരക്ഷകൾ കൂടി ഇവർക്ക് ഏർപ്പെടുത്തുന്നത് സർക്കാരിന്റെ ആലോചനയിലുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതേസമയം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവ് അനുവദിച്ച ആദായ നികുതി അടയ്ക്കേണ്ട പരിധി ഉയർത്തി. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതിയില്ല. ഇതോടെ ബഹുഭൂരിപക്ഷം മാസ ശമ്പളക്കാർ ആദായ നികുതി പരിധിക്ക് പുറത്താകും. മധ്യവർഗ കേന്ദ്രീകൃത പരിഷ്കാരത്തിലൂടെ സമീപകാലത്തെ ഏറ്റവും വലിയ നികുതി ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇനി 12 ലക്ഷം ശമ്പളം വാങ്ങുന്നവർക്ക് ഇനി 80,000 രൂപ വരെ ലാഭിക്കാം. 18 ലക്ഷം ശമ്പളമുള്ളവർക്ക് 70,000 ലാഭിക്കാം. 25 ലക്ഷം ശമ്പളമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയുടെ നേട്ടം. പുതിയ പരിഷ്കാരത്തിലൂടെ മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തുന്നതോടെ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങുമെന്ന് സർക്കാർ കരുതുന്നു. മധ്യവർഗം തിങ്ങിപ്പാർക്കുന്ന ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടി മുന്നിൽ കണ്ടാണ് ഈ പ്രഖ്യാപനമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഇതോടൊപ്പം നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി 4 വർഷമാക്കി. മുതിർന്ന പൗരന്മാർക്ക് പലിശയ്ക്കുള്ള നികുതി ഇളവിന്റെ പരിധി 50,000-ൽ നിന്ന് 1 ലക്ഷമാക്കി. വാടകയ്ക്കുള്ള നികുതി ഇളവ് 2.40 ലക്ഷം രൂപ 6 ലക്ഷം രൂപയായി ഉയർത്തി. നാഷണൽ സേവിംഗ്സ് സ്കീമിൽ നിന്നുള്ള പിൻവലിക്കലുകൾക്ക് നികുതി ഒഴിവാക്കി. ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്നും ധനമന്ത്രി പാർലമെന്റിൽ അറിയിച്ചു. വിദ്യാഭ്യാസ, ആരോഗ്യ, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. മെഡിക്കൽ കോളേജുകളിൽ MBBSന് 10,000 സീറ്റുകൾ, ക്യാൻസറിനുൾപ്പെടെ 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കും. എല്ലാ സർക്കാർ സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഇന്റർനെറ്റ് 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ 15,000 കോടി, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5 ലക്ഷമാക്കും തുടങ്ങി ഒരു പിടി പ്രഖ്യാപനങ്ങളുണ്ട്. അതേസമയം ഇലക്ട്രിക് വാഹനങ്ങളുടെ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 35 പദാർത്ഥങ്ങളുടെ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയിച്ചിരിക്കുന്നത്. പ്രാദേശികമായി ലഭ്യമാകാത്ത 25 അസംസ്കൃത വസ്തുക്കളുടെ നികുതി 2024 ജൂലൈയിൽ പ്രഖ്യാപിച്ച ബജറ്റിൽ ഒഴിവാക്കിയിരുന്നു. സമാനമായി കൊബാൾട്ട് പൗഡർ, ലീഡ്, സിങ്ക് തുടങ്ങിയ 12 ധാതുക്കളെ കൂടി നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന 35 ധാതുക്കളും മൊബൈൽ ഫോൺ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന 25 ധാതുക്കളുടെയും നികുതിയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ബാറ്ററി നിർമ്മിക്കുന്നതിനുള്ള മുടക്കുമുതൽ കുറഞ്ഞാൽ ഇത് ഇലക്ട്രിക് വാഹനങ്ങളുടെ വലിയ വിലയിൽ പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയുമെന്ന പരോക്ഷമായ പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.